ഹായ്, ഇന്ന് നമുക്കൊരു ഹോളിവുഡ് ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറർ ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കുന്ന ഒരു ചിത്രമാണ്. എന്നും പറഞ്ഞ ഹൊറർ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും വലിയ സ്പൂക്കി എലമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രേതം വരുന്നു അങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള സിനിമയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം ത്രില്ലർ മൂഡാണ് ചിത്രത്തിനുള്ളിൽ മൊത്തത്തിലുള്ളത്. എന്തായാലും നമുക്ക് കൂടുതലായിട്ട് അറിയാം. പിന്നെ ഈ ഒരു സിനിമ ഒരു പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആയിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ടെലിഗ്രാമിലൂടെയാണ് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കാണാം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊന്നും അവൈലബിൾ ആയിട്ടില്ല ഈ ഒരു സിനിമ. ഈ വർഷം റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ഇനി സിനിമയുടെ പേര് പറയാം. സിനിമയുടെ പേര് ലോങ് ലെഗ്സ് 2024 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഹൊറർ ക്രൈം ത്രില്ലർ സിനിമയുടെ ഒരു കഥയിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാപരിസരം എന്നുള്ളത് ഏകദേശം 90കളുടെ പശ്ചാത്തലമാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ നായിക അല്ലെങ്കിൽ FBI ഏജൻ്റായിട്ടുള്ള നായികയുടെ പേര് എന്നുള്ളത് ലീ ഹാർക്കറും അതുപോലെ തന്നെ അവളുടെ സുപ്പീരിയർ ആയിട്ടുള്ള വില്യം കാർട്ടറും ചേർന്നിട്ട് ഒരു കേസ് അന്വേഷിക്കാൻ ആരംഭിക്കുകയാണ്. ആ കേസ് എന്നുള്ളത് ഒരു സീരിയൽ മർഡർ കേസാണ്. അത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ കുറച്ച് കുടുംബങ്ങളിലൊക്കെ തന്നെ അസ്വാഭാവികമായിട്ടുള്ള കുറച്ച് കൊലപാതകങ്ങളൊക്കെ നടക്കുകയാണ്. അത് നടത്തുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ വീട്ടിലെയും അച്ഛന്മാരുണ്ടല്ലോ, ആ അച്ഛന്മാർ തൻ്റെ മക്കളെയും വൈഫിനെയൊക്കെ കൊന്നിട്ട് ഇവർ സൂയിസൈഡ് ചെയ്യുകയാണ് പതിവെന്നുള്ളത്. ഇങ്ങനെ തുടരെ ഈ ഇൻസിഡൻറ്റ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് പിന്നിൽ ആരാണെന്ന് ആർക്കും തന്നെ ഒരു പിടിയും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാരാണ്, ഇതിൻ്റെ പിന്നിലെ ഒരു മിസ്റ്ററി എന്താണെന്നൊക്കെ തന്നെ പ്രേക്ഷകരെ കാണിച്ചു തരുന്നതാണ് സിനിമ എന്നുള്ളത്. ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും ഈ സിനിമ കാണാൻ പോകുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഹൈ ക്വാളിറ്റി പ്രിൻ്റ് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹോം തിയേറ്റർ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ടെക്നിക്കലി അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. ആ ടെക്നിക്ക് എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങളെ കൂടുതലായിട്ട് ത്രില്ലടിപ്പിക്കാനും പോവുക. കാരണം ഈ ഒരു സിനിമ ഒരു ഡാർക്ക് ടോണിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഹൊറർ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നതിൽ ഉപരിയായിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഗോസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് പേടിപ്പിക്കുന്ന ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഇതിനുള്ളിൽ വേറെ കുറേ നമുക്ക് ഭീതിയാകുന്ന അല്ലെങ്കിൽ നമ്മളിങ്ങനെ അക്ഷമയോടെ നോക്കിയിരുന്നെങ്കിൽ ഇച്ചിരി കുറച്ച് നഖമൊക്കെ കടിച്ചിരുന്ന് കാണേണ്ട രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ നൽകുന്ന ഒരു ചിത്രമാണെന്ന് പറയാൻ സാധിക്കും. അത് മെയിൻലി പറയേണ്ടത് ചിത്രത്തിൻ്റെ വിഷ്വൽസ്, BGM തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എനിക്കൊന്ന് ഈ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തവർക്കൊക്കെ ആയിരിക്കും ഏറ്റവും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഈ സിനിമ നൽകിയിട്ടുണ്ട്. കാരണം അത്രത്തോളം ടെക്നിക്കലി മികവ് പുലർത്തിയിരിക്കുന്ന ഒരു സിനിമയെന്നൊക്കെ പറയാൻ സാധിക്കും. ഇതിൽ ആ BGM ഒക്കെ ചിലത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, നിങ്ങളൊരു നൈറ്റൊക്കെയാണ് ഇരുന്ന് കാണുന്നതെങ്കിൽ ചില BGM ഒക്കെ ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പോകും. അമ്മാതിരി സാധനമാണ് മ്യൂസിക് വർക്കിലൂടെ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ സിനിമാറ്റോഗ്രഫി പ്ലസ് BGM മ്യൂസിക് വർക്ക് എന്നുള്ളത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഒരു രക്ഷയില്ലാത്തൊരു സിനിമയെന്ന് പറയാൻ സാധിക്കും. സോ നല്ല ഹൈ ക്വാളിറ്റി പ്രിൻ്റ് മസ്റ്റ്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസിലും കുറച്ച് കിഡിലൻ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എടുത്തു പറയേണ്ടതേ, ഇതിൻ്റെ അകത്തൊരു സീരിയൽ കില്ലർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് തുറക്കുന്നിട്ട് കാണിക്കുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമാണ് അത് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ആരാണെന്ന് മനസ്സിലായില്ലെന്ന് വരും. കാരണം കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഞാൻ എന്തായാലും തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മുഖപരിചയമുണ്ട്, എന്നാൽ കിടി കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡൗട്ട് തോന്നി. ഏകദേശം ഒരു രൂപം ഇദ്ദേഹത്തിൻ്റെ പോലെ ആണല്ലോ. പെട്ടെന്ന് എനിക്ക് താല്പര്യം തോന്നി. കാരണം ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ഈ സീരിയൽ ക്യാരക്ടറിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ ടെറിഫിക് ആയിരുന്നു. അപ്പോൾ ആരാണെന്ന് അറിയണമെന്ന് വലിയൊരു താല്പര്യം തോന്നി. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്നു, ഈ ടീമാണ് കിടക്കുന്നത്. അപ്പം അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുമോ ഇത് ഇന്ന ആളല്ലേ, ഇന്ന ആക്ടർ അല്ലേ എന്ന് തോന്നിയേക്കും. ഒരുപക്ഷെ ഇച്ചിരി ഡൗട്ടൊക്കെ വരും. കാരണം അമ്മാതിരി ഒരു മേക്ക് ഓവറാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ആ അത്ഭുതം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ പ്രകടനം എന്നുള്ളത് ഒരു രക്ഷയില്ല. അദ്ദേഹം ചിലപ്പോൾ കുറച്ച് അലറിയൊക്കെ സംസാരിക്കുന്നതൊക്കെ കുറേ മൊമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ഡയലോഗ്സൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അമ്മാതിരി സാധനം കൈയടിച്ചു പോകുന്ന രീതിയിലുള്ള ടെറിഫിക് വില്ലനെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. കൂടാതെ നായികയായിട്ട് എത്തുന്ന ആക്ട്രസ് ആകട്ടെ, അതുപോലെ തന്നെ ആ ഒരു വില്യം കാർട്ടർ എന്ന് പറയുന്ന സുപ്പീരിയർ ആയിട്ട് എത്തുന്ന പറയുന്ന ആക്ടർ ആകട്ടെ, അല്ലെങ്കിൽ നായികയുടെ അമ്മയായിട്ട് എത്തുന്ന ഒരു ആക്ട്രസ് ആകട്ടെ, ഇവരൊക്കെ തന്നെ മികച്ച പ്രകടനം കൊണ്ടും സിനിമ മികവറ്റതായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഒരു സിനിമയുടെ സ്റ്റോറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ത്രില്ലർ സിനിമയ്ക്കുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ ചേരുവകളും ഈ ചിത്രത്തിൻ്റെ കഥയ്ക്കുള്ളിൽ കൊടുക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിലുള്ള ക്രൈംസ് ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ നല്ലൊരു വില്ലനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അത്യാവശ്യം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ക്ലൈമാക്സ് വരെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു സസ്പെൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ടേൺ അല്ലെങ്കിൽ ട്വിസ്റ്റൊക്കെ ആയിട്ടാണ് അത് പ്രസൻറ്റും ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹൊറർ ത്രില്ലറോ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്
അത്യാവശ്യം ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെങ്കിൽ കണ്ടിരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കഥയുമുള്ള ഒരു സിനിമയാണെന്ന് പറയാൻ സാധിക്കും. ഓവറോൾ പറയുമ്പോഴത്തേക്ക് എനിക്ക് ആകെ കൂടി ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു അഭിപ്രായമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞു പല തരത്തിലുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ക്രൈംസ്, ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതിന് മേമ്പൊടിയായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് ഹൊറർ എലമെൻറ്റ്സും പോകുന്നുണ്ട്. അങ്ങനെ ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ഹൊറർ എലമെൻറ്റ്സ് എന്നുള്ളത് വലിയ ആ ഒരു എലമെൻറ്റ്സിനെ വലിയ രീതിയിൽ ജസ്റ്റിഫൈ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ആകാമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അതെന്നാന്ന് പറയാൻ പറ്റിയല്ലോ, കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ക്ലൈമാക്സിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്കും അതിന് അല്ലെങ്കിൽ ഈ ഹൊറർ എലമെൻറ്റ്സ് കൊണ്ടുവച്ച ആ ഒരു വിഷയത്തിനോട് കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തു വേണമായിരുന്നു അവസാനിപ്പിക്കാൻ എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം എന്നുള്ളത്. ആ കൂടി ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് അത് മാത്രമാണ്. എങ്കിൽ കൂടിയും ഒരു ത്രില്ലർ സിനിമ പ്രേമിക്കുക ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയാണ്. പിന്നെ ഫാമിലി ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് സെക്ഷൽ കണ്ടന്റ് ഒന്നും ഇല്ല. എങ്കിൽ കൂടിയും ഒരു ഹാഫ് ന്യൂഡിറ്റി, പിന്നെ സംഭാഷണങ്ങൾ അവിടങ്ങളിലൊക്കെ ആയിട്ട് ചെറിയ പദപ്രയോഗം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മെച്ചുവർഡ് ആയിട്ടുള്ളവർക്ക് ഇരുന്ന് കാണാം. കുട്ടികളെ കാണിക്കാൻ വേണ്ടതെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് മാക്സിമം ഒരു 7 out of 10 കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷം കാണാം. ടാറ്റ.